അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വ അസ്ഹാബി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളാരും റഹ്മത്തിനെ ചോദിക്കൽ നിർത്തിയിട്ടില്ലല്ലോ. റഹ്മത്തിനെ ചോദിക്കുക എന്നുള്ളത് അത് റഹ്മത്തിൻ്റെ പത്തിൽ മാത്രമല്ല, മഗ്ഫിറത്തിൻ്റെ പത്തിൽ മാത്രമല്ല, ഇത്ഖും മിനന്നാറിൻ്റെ പത്തിൽ മാത്രമല്ല. എല്ലാ ദിവസവും, എല്ലാ ആഴ്ചയിലും, എല്ലാ മാസത്തിലും, എല്ലാ വർഷത്തിലും നമ്മൾ മരിക്കോളം, റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് നമ്മ വിട്ടുപിരിയോളം, ഈ ശരീരവും ആത്മാവും തമ്മിൽ വേറുപിരിയോളം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്നൊക്കെ നമ്മൾ ചൊല്ലുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, റബ്ബേ നിൻ്റെ റഹ്മത്ത് കൊണ്ടാ എന്ന് ആത്മാർത്ഥമായിട്ട് ചോദിക്കണം. ഈ റഹ്മത്തിൻ്റെ കുറവാണ് മക്കളുടെയൊക്കെ ആത്മഹത്യ. ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നത്, കൈമുറിക്കുന്നത്, ഞരമ്പ് മുറിക്കുന്നത്, ട്രെയിനിൻ്റെ അടിയിൽ പോയിട്ട് ചാടുന്നത്, തൂങ്ങി മരിക്കുന്നത്, ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെയും അവനിൽ നിന്ന് റഹ്മത്ത് ലഭിക്കുമെന്ന വിശ്വാസത്തിൻ്റെയും ഒക്കെ കുറവാണ്. അല്ലാഹു തആല അവൻ്റെ ഖുർആനിൽ പറഞ്ഞത് ലാ തഖ്നുതു മിൻ റഹ്മത്തില്ല, എൻ്റെ അടിയാറുകളെ, നിങ്ങൾ അള്ളാഹിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയരുത് എന്നാണ്. എത്ര വലിയ അപരാധിയാണെങ്കിലും ആ അപരാധം പടച്ചോനോട് പറഞ്ഞാൽ പടച്ചോൻ കേൾക്കും. നമ്മളൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് മറ്റൊരാളോടും പറയാതെ അള്ളാഹിൻ്റെ മുന്നിൽ പറയുക. വിശുദ്ധമായ ഹജ്ജിൻ്റെ തവാഫ് ചെയ്യുമ്പോൾ ഒരു ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു അത്രേ, ഞാൻ ഇന്നാലിന്ന തെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കൊന്നുള്ള നമ്മളെ മക്കൾ നിങ്ങളെ മക്കളല്ല, അത് വേറെ ആളെ മക്കളാണ്, അതോടുകൂടെ ത്വലാക്കില്ലേ. സത്യത്തിൽ ഭർത്താവിനോട് പറയേണ്ടതില്ല. ചെയ്ത തെറ്റ് അള്ളാഹിനോട് പറയുക, അള്ളാഹിൻ്റെ മുന്നിൽ മാത്രം വെക്കുക, പൊട്ടിക്കരഞ്ഞ് ദ്വാരക്കുക, പടച്ചോൻ പുറത്തു തരും. അപ്പോൾ മുഅ്മിനീങ്ങളെ, ആത്മാർത്ഥമായി റഹ്മത്തിനെ ചോദിക്കണേ. ആ റഹ്മത്തിൻ്റെ കുറവാണ് നമ്മുടെ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാത്തിൻ്റെയും വിഷയം. അതുകൊണ്ട് റഹ്മത്തിലുള്ള വിശ്വാസത്തിൻ്റെ കുറവാണ്. അള്ളാഹു നമുക്ക് റഹ്മത്ത് വർഷിപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.